നഗരത്തിലെ തെരുവുകളിൽ അലയുന്നവർ പട്ടിണി കിടക്കരുത് എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ തോട്ടക്കര തെക്കുമുറി വായനശാല നടപ്പിലാക്കുന്ന ഭക്ഷണ വിതരണ പദ്ധതി ശ്രദ്ധേയമാകുന്നു. കഴിഞ്ഞ നവംബർ 1 മുതൽ ആരംഭിച്ച ഈ പദ്ധതി തടസ്സങ്ങളില്ലാതെ വിജയകരമായി മുന്നോട്ടു പോവുകയാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് കൗൺസിലർ കൂടിയായ വായനശാല സെക്രട്ടറി പ്രദീപിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പൂർണ്ണ സഹകരണത്തോടെ വായനശാല പ്രവർത്തകർ നേരിട്ടാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ഏകദേശം 16 മുതൽ 20 വരെ ആളുകളാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഒറ്റപ്പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നത്. വാർദ്ധക്യം മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, വിവിധ സാഹചര്യങ്ങളാൽ കുടുംബങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ എന്നിവരാണ് ഇതിൽ ഭൂരിഭാഗവും. തെരുവിൽ അലയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഉറപ്പാക്കുക എന്നത് വായനശാലയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. കേവലം ഭക്ഷണ വിതരണത്തിൽ ഒതുങ്ങാതെ ഇവരെ സംരക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള വലിയ പദ്ധതികളാണ് ഭാവിയിൽ ലക്ഷ്യമിടുന്നതെന്ന് പ്രദീപ് പറഞ്ഞു. ഒറ്റപ്പാലത്തിൻ്റെ തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നൊരു പദ്ധതി അരുവത്തക്കുമുറി വായനശാല നേതൃത്വത്തിൽ ആരംഭിക്കുകയും കഴിഞ്ഞ നവംബർ 1 മുതൽ അത് ഒറ്റപ്പാലത്ത് തുടരുകയാണ്. ഏകദേശം 16 മുതൽ 20 വരെയുള്ള ആളുകളാണ് ഒറ്റപ്പാലത്ത് ഭക്ഷണം ലഭിക്കാതെ തെരുവിൽ ജീവിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് തെരുവിൽ അകപ്പെട്ടവരുണ്ട്. രോഗം ബാധിച്ചിട്ടും അതുപോലെ തന്നെ മാനസിക നിലതെറ്റിയും ബന്ധുമിത്രാദികളെല്ലാം മരണപ്പെട്ടൊക്കെ തന്നെ പ്രായാധിക്യം കൊണ്ടൊക്കെ തെരുവിൽ വന്ന് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ ഉള്ള പദ്ധതികളാണ് ശരിക്കും ആവിഷ്കരിക്കേണ്ടത്. എന്തായാലും വിശപ്പ് എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് അവർക്കൊരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം നൽകുക എന്ന ഒരു പദ്ധതി വായനശാല ഏറ്റെടുക്കുകയായിരുന്നു. നാട്ടുകാരിൽ നിന്നെല്ലാം തന്നെ സംഭാവന സ്വീകരിച്ച് വായനശാല പ്രവർത്തകരൊക്കെ തന്നെ ചേർന്നാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനകത്ത് പാത്രങ്ങളായും മറ്റ് സഹായങ്ങളൊക്കെ ഒരുപാട് ആളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. തുടർന്നും വരുന്ന എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി ഒറ്റപ്പാലത്ത് 17ഓളം പേര് കാത്തിരിക്കുന്നത് എന്നാണ് വസ്തുത. അത് നന്നായി ചെയ്യാൻ വേണ്ടി തോട്ടക്കര അരുവത്തക്കുമുറി വായനശാലയ്ക്ക് കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇത്തരം പദ്ധതി ഒരു ഘടനാപരമായ രീതിയിൽ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നഗരസഭയിൽ നടത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്തരം ആളുകളെ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംരക്ഷണ കേന്ദ്രം ഉണ്ടാകുക, അവർക്ക് ഭക്ഷണം നൽകുക, അവർക്ക് ചികിത്സ നൽകുക തുടങ്ങിയ വിശാലമായ ഒരു പദ്ധതി നഗരസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൂടി എൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് വായനശാല സെക്രട്ടറി എന്ന നിലയിലും ഒറ്റപ്പാലം നഗരസഭയുടെ കൗൺസിലർ എന്ന നിലയിൽ പറയാനുള്ളത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളാലും പ്രായാധിക്യത്താലും തെരുവിലകപ്പെട്ടവരെ സംരക്ഷിക്കാൻ കൂടുതൽ വിപുലമായ പദ്ധതികൾ ആവശ്യമാണെന്ന് വായനശാല അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഫുഡിൻ്റെ തുടങ്ങിയിട്ട് 6 മാസമായി. അതേപോലെ രോഗികൾക്കും മാനസിക നില തെറ്റിയ ആളുകളും ഒറ്റപ്പാലത്ത് അതേപോലെ അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് അത് ഇനി വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള വായനശാലയുടെ നേതൃത്വത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോവാണ്. നിലവിൽ ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിലൂടെ ഇവരുടെ പട്ടിണി മാറ്റാൻ സാധിക്കുന്നുണ്ട്. പ്രാദേശിക കൂട്ടായ്മകളുടെയും സുമനസ്സുകളുടെയും പിന്തുണ ഈ പദ്ധതിക്ക് വലിയ കരുത്താണ് പകരുന്നത്. അക്ഷരങ്ങൾക്കൊപ്പം തന്നെ വിശക്കുന്നവന്റെ വയറും മനസ്സും നിറയ്ക്കുന്ന തെക്കുമുറി വായനശാലയുടെ ഈ പ്രവർത്തനം നഗരത്തിന് തന്നെ വലിയൊരു മാതൃകയാണ് സമ്മാനിക്കുന്നത്.